ഹലോ. അപ്പോൾ വർക്കല സ്റ്റേക്കേഷൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട്, കാണണം ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തേക്കാം വീഡിയോൻ്റെ ലിങ്ക്. അപ്പോൾ നൈറ്റ് ഒത്തിരി ലേറ്റായിട്ടാണ് കേട്ടോ ഞാനും ബെസ്റ്റിയും കിടന്ന് ഉറങ്ങിയത്. വിഷ്ണു നേരത്തെ തന്നെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടുറക്കം കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു ഞങ്ങൾ വന്ന് കിടന്നത്. അങ്ങനെ രാവിലെ തന്നെ എണീക്കണം എന്ന് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ സെറ്റ് ആയതുകൊണ്ട് തന്നെ എന്തു പറ്റിയെന്നറിയില്ല, ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഒരു 6 to 7 ആ ഒരു ടൈം അറൗണ്ട് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എണീറ്റ് വാഷ്റൂമിലൊക്കെ പോയി സ്കിൻ കെയറും പല്ലൊക്കെ തേച്ച് ഇങ്ങനെ റെഡി ആയിട്ട് ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ടും എണീറ്റു. അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് നോക്കിയപ്പോഴത്തേക്ക്, ബാൽക്കണിയിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി നല്ല മഞ്ഞുണ്ട്. ഒന്നെങ്കിൽ നല്ല വെയിൽ വരും, അല്ലെങ്കിൽ നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ബാ നമുക്കിപ്പം തന്നെ റെഡി ആയിട്ട് താഴെ പോവാം. പിന്നെ തലേന്ന് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് മേടിച്ചിരുന്നല്ലോ, അതിൻ്റെ വേസ്റ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാം പൂച്ച വന്ന് കഴിച്ച് ഫുള്ള് കവർ മാത്രം ബാക്കിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ അന്ന് ഫസ്റ്റ് ഇട്ടത് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അറൗണ്ട് ഒരു 699 ആ ഒരു റേഞ്ചോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് കോൾഡ് ഷോൾഡറായിട്ടും ഇടാം, അല്ലെങ്കിൽ നോർമൽ ഷോൾഡറായിട്ടും അങ്ങനെ നമുക്കിടാം. ബട്ട് എനിക്ക് കുറച്ചൊരു ഡീപ്പ് ആ ഒരു ഇതായിട്ട് കിട്ടണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇട്ടു എന്ന് മാത്രം. ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രസ്സ് ഞാൻ കുറച്ചും കൂടി നല്ലൊരു ഒക്കേഷന് വേണ്ടിയിട്ട് സേവ് ചെയ്യായിരുന്നു. എൻ്റെ മൈൻഡിൽ ഞാൻ തടി കുറച്ചതിന് ശേഷം ഇടണം എന്നായിരുന്നു. പക്ഷേങ്കിൽ ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ, ഇതിലും നല്ലൊരു ചാൻസ് കിട്ടില്ല എന്ന് കരുതിയിട്ട് ഞാൻ ഇതെടുത്തിടുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ട്രിപ്പ് പോകുന്നു എന്ന് വിചാരിച്ചപ്പോൾ തന്നെ അയ്യോ ഏതൊക്കെ ഡ്രസ്സ് എടുക്കും എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു ആദ്യം ഞാൻ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ്ലി ഞാൻ ഇടാതെ വെച്ചിരിക്കുന്ന കുറേ ഡ്രസ്സുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കുറേയൊക്കെ ഞാൻ നല്ല തടിച്ചായിട്ടിരിക്കും. പക്ഷേ ചിലതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഓക്കെ ആയിട്ട് തോന്നിയ ഡ്രസ്സൊക്കെയാണ് ഞാൻ കയ്യിലെടുത്തത്. അങ്ങനെ നമ്മളിതേ പ്രോപ്പർട്ടിയിൽ നിന്ന് ആ ഒരു പുറത്തിറങ്ങിയിട്ട്, ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഊഞ്ഞാലിൻ്റെ ആ ഒരു സൈഡിലേക്ക് പോവുക. അപ്പോൾ ഇതിലുള്ള പല വീഡിയോസും മേ ബി നിങ്ങളെൻ്റെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ നേരത്തെ തന്നെ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ലൊക്കേഷൻ അങ്ങനെയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പേര് എനിക്ക് പേഴ്സണലി ഇങ്ങനെ മെസ്സേജൊക്കെ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് ലൊക്കേഷൻ എന്നൊക്കെ. സോ ഇതാണ് കേട്ടോ ആ ഒരു ലൊക്കേഷൻ. അന്ന് ആക്ച്വലി എനിക്ക് ലൊക്കേഷനിൽ ഈ ഒരു പ്ലേസ് ടാഗ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ആക്ച്വലി ഈ ഒരു പ്ലേസ് ആ ഒരു ലൊക്കേഷനിൽ വരുന്നില്ലായിരുന്നു. പിന്നെ മെൻഷൻ ചെയ്യാൻ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അന്ന് ലൊക്കേഷൻ കൊടുക്കാഞ്ഞത്. ഓക്കെ. അപ്പോൾ എൻ്റെ മെയിൻ പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഊഞ്ഞാലിരുന്ന് ആടുക, പിന്നെ താഴെ ബീച്ചിൽ പോവുക. അപ്പോൾ വെയിൽ വരുന്നതിനും അതിനൊക്കെ മഴ പെയ്താലും രണ്ടും സീനാണല്ലോ. അപ്പോൾ അതിനു മുന്നേ തന്നെ ഇതെല്ലാം ചെയ്യണം എന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് എനിക്കൊന്നൊരു 2-3 ഡ്രസ്സ് കൂടെ ഉണ്ട്. അപ്പോൾ ഈ 3 ഡ്രസ്സും എനിക്ക് ഇടണമായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഒരു സ്വിങ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അതിനകത്ത് കയറി അതിലിരുന്നു അങ്ങനെ കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കോർണറിൽ ചെറിയൊരു ഏരിയ ഉണ്ട് കേട്ടോ. അതും ഒരു അത്യാവശ്യം ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഏരിയ ആണ്. എനിക്കറിയില്ല, മേ ബി അവർ ഈ നൈറ്റ് ടൈമിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മേ ബി അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ എന്താ പറയുക, ചുറ്റും ഇങ്ങനെ ഇരിക്കാനും പാട്ടൊക്കെ പാടി അങ്ങനത്തെ നമ്മൾ ക്യാമ്പ് ഫയർ പോലെ, ക്യാമ്പ് ഫയർ അല്ലെങ്കിലും അങ്ങനെ ഒരുമിച്ചിരിക്കാനായിട്ടൊക്കെയുള്ളൊരു സ്ഥലമായിട്ട് തോന്നി. അങ്ങനെ ദേ ഇവിടെ നിന്നും നല്ല രസമല്ലേ, അങ്ങനെ ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്നലെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ഏരിയ കണ്ടിട്ടില്ലായിരുന്നു. നമ്മൾ ഇങ്ങോട്ടേക്ക് അധികം നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കഴുത്തിലിട്ടിരിക്കുന്ന ഈ ഒരു ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു ജ്വല്ലറി എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ ഒരു വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ ആദ്യമായിട്ട് അന്നാണ് കേട്ടോ ഇട്ടത്. സ്നേക്ക് ചെയിൻ എന്ന് പറയും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. പ്രത്യേകിച്ച് മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ജസ്റ്റ് നമ്മുടെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ഉണ്ടല്ലോ, അത് കുറച്ച് മൂക്കിലും ചീക്കിലും ഇട്ടിട്ടുണ്ടായിരുന്നു. ലിപ്സ്റ്റിക്കും ഇട്ടിട്ടുണ്ട്, കണ്ണും എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഊഞ്ഞാലിൻ്റെ പുറത്ത് എങ്ങനെയൊക്കെയോ കയറി, എന്നിട്ട് അവിടെ ഇരുന്ന് ആടി കുറച്ച് വീഡിയോസും അങ്ങനെയൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സിൽ അത്യാവശ്യം കുറേ നല്ല പിക്ചേഴ്സ് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആയതിന് ശേഷം ഞാൻ നേരെ റൂമിലേക്ക് വന്നിട്ട് എൻ്റെ ഡ്രസ്സൊന്നും ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ എനിക്കൊന്നൊരു 6-7 ഡ്രസ്സ് എടുത്തിട്ടായിരുന്നു കേട്ടോ പോയത്. പക്ഷെ അതിൽ എനിക്കൊന്നൊരു അറൗണ്ട് ഒരു 3 to 4 ഡ്രസ്സസോ മറ്റോ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് ഡ്രസ്സ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു അത്യാവശ്യം എന്താ പറയുക, മറ്റേ സൂചിധാഗ അങ്ങനത്തെ പോലത്തെ ഒരു ഹാങ്ങിങ് വരുന്ന
ഇട്ടിരുന്ന ഒരു കമ്മൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ആ ഒരു മുന്നേ യൂസ് ചെയ്ത ആ ഒരു ചെയിൻ തന്നെയാണ് കഴുത്തിൽ കിടക്കുന്നത്. ബാഡ് ലക്കിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ആ ഒരു എലിഫൻറ്റ് വന്നിട്ട്. ഇത് എൻ്റെ ഈ ഒരു ബെസ്റ്റ് എനിക്ക് മിലനിന്ന് കഴിഞ്ഞ വട്ടം അവൾ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. സോ അത്രേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. വേറെ മേക്കപ്പ് കാര്യങ്ങളൊന്നുമില്ല. സെയിം ബാക്കി കണ്ണ് എഴുതിയിട്ടുണ്ട്, ലിപ്സ്റ്റിക്, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഹെയർ എനിക്ക് അഴിച്ചിടാൻ വലിയ താല്പര്യമില്ലായിരുന്നത് കൊണ്ട് ഒരു ക്ലിപ്പ് വെച്ചിട്ട് വെറുതെ ഒരു പുട്ടപ്പ് പോലെ അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സിനെ പറ്റി പറയാനാണെങ്കിൽ അറൗണ്ട് ഒരു 3 years ബാക്ക് ഞാൻ മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. എങ്ങനെ നോക്കിയാൽ ഒരു 2 to 3 years ആയിട്ടുണ്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ട്. പക്ഷേ ഇപ്പോഴാണ് എനിക്കത് ഇടാനുള്ള ഭാഗ്യം ഉണ്ടായത് കേട്ടോ. അത്യാവശ്യം കുറച്ച് ടെയിൽ പോലെ കിടപ്പുണ്ട് ബാക്കിൽ. അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ഫുഡിന് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും പുറത്ത് നല്ല ഇട്ടിവെട്ട് മഴ പെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കയറി. അപ്പോഴും വിഷ്ണു ഉറക്കമാണ്. പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ നമ്മൾക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മൾ ആക്ച്വലി കേരള ഫുഡും ഉണ്ടായിരുന്നു, പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ കേരള ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്നെയല്ലേ കഴിക്കുന്നത്. അതുകൊണ്ട് ഈ വട്ടം ഒരു ചേഞ്ച് ആയിട്ട് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ബിസ്ക്കറ്റ്, കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ സ്ലൈസ് ഒരു കേക്ക് ഉണ്ടായിരുന്നു, 2 ബിസ്ക്കറ്റ്, ആരോ റൂട്ടിൻ്റെ, പിന്നെ കട്ട് ഫ്രൂട്ട്സിൽ വന്നിട്ട് വാട്ടർമെലൺ, പൈനാപ്പിൾ, ബനാന ഇത്രയും ഉണ്ടായിരുന്നു. സോ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് തൊട്ട് ബാക്കിൽ ഒരു ചെറിയൊരു ലൈബ്രറി പോലെ ഒരു റീഡിങ് ആ ഒരു കോർണർ പോലെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ക്യാരംസ് ബോർഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ചെറിയൊരു പ്ലേ ഏരിയയൊക്കെ പോലെ. അത് കഴിഞ്ഞ് നമുക്ക് ഓട്സ് വന്നു കേട്ടോ, പാലൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ അത് വന്നു. എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് കേട്ടോ ഓട്സ്. പിന്നെ നമ്മളുടെ മെയിൻ സാധനങ്ങൾ വന്നു. മൈ ഫേവറേറ്റ് ബ്രെഡ് ആൻഡ് ബട്ടർ കിട്ടിയപ്പോൾ തന്നെ ഞാൻ നല്ല ഹാപ്പി ആയിട്ടോ. അപ്പോഴത്തേക്ക് വിഷ്ണുവിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. പിന്നെ വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട്. ആളും സെയിം നമ്മളുടെ തന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കഴിച്ചത്. കറക്റ്റ് ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് നല്ലോണം മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. മഴ പെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ മറ്റേ കീരീനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു വലിയൊരു കീരി കണ്ടോ. കാണുമ്പോഴത്തേക്ക് ഒരു വലിയ എലീനെ മാതിരി ഉണ്ടല്ലേ. പണ്ട് ഞാൻ അങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നത് വലിയ എലി പോകുന്നു എന്ന്. പക്ഷെ ഇപ്പം എനിക്കറിയാം അത് എലിയല്ല, കീരിയാണ്. ആശൻ ഒരു ഐ കോണ്ടാക്റ്റ് ഒക്കെ തന്നിട്ട് അങ്ങ് നമ്മുടെ പ്രൈവറ്റ് ബീച്ച് ആക്സസിലേക്ക് അങ്ങ് പോയി കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോലമായി. പിന്നെ വിഷ്ണു എനിക്കൊന്ന് ടീ ഓർ കോഫി അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെ ബീച്ചിലേക്ക് പോവാണ്. ആക്ച്വലി മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല സ്ലിപ്പറി ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. സോ അതുകൊണ്ട് നമ്മൾ ഭയങ്കര സൂക്ഷിച്ചാണ് പോകുന്നത്. കാരണം എങ്ങാനും തെന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് താഴെ എത്തുള്ളൂ. അതുവരെ നമ്മൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞങ്ങ് വീഴുമല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ പെയ്യെ അങ്ങനെ പോവുമായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഇന്നലെ നൈറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പറി കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. ആ ഒരു ടൈമിൽ മഴ അങ്ങനെയൊന്നും പെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇതിപ്പം രാവിലെ ആയതുകൊണ്ടാണോ എന്താണെന്നറിയത്തില്ല, നൈറ്റ് കണ്ടപ്പോഴേക്കും നമ്മൾ വിചാരിച്ചു ഇത് സ്വിമ്മിംഗ് പൂളാണെന്ന് കേട്ടോ. ഇപ്പോൾ രാവിലെ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സ്വിമ്മിംഗ് പൂളൊന്നുമല്ല. എനിക്കൊന്ന് ഒന്നെങ്കിൽ യോഗ, മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെ എന്തോ ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന അങ്ങനെ എന്തോ സ്പോട്ടാണെന്ന് തോന്നുന്നു. രാത്രി നല്ല ഇരുട്ടായിരുന്നുകൊണ്ട് നമുക്ക് വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഫ്ലാഷ് ലൈറ്റൊക്കെ അടിച്ചിട്ട് ആ ഒരു രീതിയിലായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് കാണാം ബീച്ച്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നമ്മളിങ്ങനെ കുത്തനെ കിടക്കുകയാണ്. നമ്മളിങ്ങനെ കുറേ ഇറങ്ങിയാലും അങ്ങ് എത്തത്തില്ല, കുറേ നടന്നു കേട്ടോ. അങ്ങനെ എനിവേസ് നമ്മൾ സ്ഥലത്തെത്തിയത് ഇതായിരുന്നു കേട്ടോ എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു ഫുൾ ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഇങ്ങനെ എഴഞ്ഞ് കിടക്കും. എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ മറ്റേ മുണ്ടൊക്കെ കെട്ടിവെക്കത്തില്ല, അത് എനിക്ക് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് എനിക്ക് വൈറ്റ് ആ ഒരു കളർ എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു, പെട്ടെന്ന് അഴുക്കാവുന്ന ഒരു കളറല്ലേ. അതുകൊണ്ട് ഞാൻ വൈറ്റ് ഡ്രസ്സസ് അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യത്തില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഏതോ ഒരു പോയിന്റിൽ ഇപ്പം എപ്പോഴോ എനിക്കറിയില്ല, ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷമാണെന്ന് തോന്നുന്നു, ഐ സ്റ്റാർട്ടഡ് വെയറിങ് ലൈക്ക് വൈറ്റും അതെനിക്ക് എനിക്കിഷ്ടമില്ലാത്ത കളറും ഒക്കെ ഞാൻ വെയർ ചെയ്യാൻ തുടങ്ങി. ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ ഇതൊക്കെ എനിക്ക് ആക്ച്വലി ചേരുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് സിൻസ് ദെൻ ഞാൻ ഈ കളേഴ്സൊക്കെ ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ വെച്ചിട്ടൊക്കെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ നല്ല ഫോട്ടോസ് ആയിരുന്നു കേട്ടോ. നിങ്ങളിപ്പം ചുറ്റും കാണുമ്പോൾ തന്നെ അറിയാം അവിടെ ഇവിടെ ഒന്നും അധികം ആരുമില്ല. സോ ആക്ച്വലി ഇറ്റ് വാസ് റിയലി ഫൺ കേട്ടോ. പലപ്പോഴും ഇത് തിര വന്നിട്ട് എൻ്റെ ഡ്രസ്സ് ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു. നനയുക മാത്രമല്ല ആ മണ്ണും ഒക്കെ പിടിച്ചിട്ട് ഭയങ്കര വെയിറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സിന്. പിന്നെ
തറയിലൊക്കെ ഫുള്ള് മറ്റേ സീഷെൽ ഒക്കെ കിടക്കായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ പറക്കി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല കുറേ വേസ്റ്റും പ്ലാസ്റ്റിക് ഐറ്റംസ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മളുടെ ഈ ഒരു സ്റ്റേക്കേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു സ്റ്റേനെ കുറച്ച് മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിഷ്ടപ്പെട്ട കുറച്ച് കിട്ടിയ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള കുറച്ച് ഷെൽസൊക്കെ നമ്മളെടുത്ത് കയ്യിലിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ ബീച്ച് നമ്മൾക്ക് വേണ്ടി മാത്രം ഒരുക്കി തന്നു എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വന്ന ആ ഒരു ടൈം, ഇറങ്ങി ഇങ്ങനെ വന്ന ഒരു ടൈമിൽ ചെറിയൊരു വെയിലെന്ന് പറയാനൊക്കത്തില്ല, എന്നാലും ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വൺസ് നമ്മൾ ഇങ്ങനെ ഇറങ്ങി കുറേ വെള്ളത്തിലൊക്കെ കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതൊക്കെ പോയി. എൻ്റെ ഡ്രസ്സിൻ്റെ കോലം കണ്ടോ, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഈ വെള്ളവും മണ്ണും കൂടി കയറിയിട്ട്. വെയിലായതുകൊണ്ട് വിഷ്ണു മാറി ഒരു മൂലയ്ക്ക് നിൽക്കരുത്. പിന്നെ ഞാൻ അവനെയും വിളിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ട്രൈ ചെയ്തു. ബട്ട് ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട് ഗൈസ്. വിഷ്ണു ഒന്നും സമ്മതിച്ചില്ല. പിന്നെ വെറുതെ നമ്മളുടെ ഗൂഫി കൈൻഡ് ഓഫ് സില്ലി വീഡിയോസ് എന്തൊക്കെയൊക്കെയോ എടുത്തിട്ട് ശരിയെങ്കിൽ നമ്മൾക്ക് എങ്കിൽ നീ തന്നെ ഞങ്ങളുടെ വീഡിയോസ് എടുത്തതെന്ന് പറഞ്ഞിട്ട് വിഷ്ണു എടുത്തു തന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ടൈം ലാപ്സിലാണ് കേട്ടോ എടുത്തത്. പക്ഷെ നല്ല രസമില്ലായിരുന്നോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇങ്ങനെ നമ്മളെപ്പോഴും ഈ ബീച്ചിലേക്കൊക്കെ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പണ്ട് ഇങ്ങനെ ഞാനും ചെയ്യായിരുന്നു കേട്ടോ. ഇങ്ങനെ പേരൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വട്ടം നമ്മൾ ശരി, എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഓക്കെ നമ്മളുടെ പേര് എഴുതാമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓ വേണ്ട, അതൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല ഞാൻ എഴുതാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളുടെ പേരിങ്ങനെ എഴുതി വിഷ്ണു ലച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഹാർട്ടൊക്കെ വരച്ച് തന്നു. അങ്ങനെ അവിടെയൊക്കെ നിന്നു. അത് നമ്മുടെ കടലമ്മ അത് കൊണ്ടുപോകാനായിട്ട് നമ്മൾ കാത്തൊക്കെ നിന്നു. പക്ഷേ അതൊന്നും ആരും എടുത്തിട്ട് പോയില്ല. അങ്ങനെ കുറേ നേരം നമ്മൾ വീണ്ടും അവിടെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പെയ്യെ മേളിൽ കയറി വന്നു കേട്ടോ. എങ്ങനെ കയറി വന്നത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അയ്യോ ഭയങ്കര ക്ഷീണമായിപ്പോയി. അങ്ങനെ മേളിൽ വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു കോർണർ കാണുന്നത് കേട്ടോ. ഈ ഒരു മീൻകുട്ടികളെ ഒന്നും നമ്മൾ കണ്ടില്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നലെ വന്നപ്പോഴും കണ്ടില്ലായിരുന്നു, ഇന്ന് രാവിലെ അങ്ങോട്ടേക്ക് പോയപ്പോഴും കണ്ടില്ല. ഇപ്പോഴാണ് നമ്മൾ ശരിക്കും കാണുന്നത്. എൻ്റെ ഫേസ് കണ്ടോ, ഈ കോലത്തിലായിട്ടോ. ഞാൻ ടാൻ അടിച്ചു എന്നൊന്നും പറയാനൊക്കത്തില്ല, പക്ഷെ ഭയങ്കര ക്ഷീണമായി പോയിട്ടോ. കാരണം നടന്ന് എൻ്റെ ഒരു അന്തവും കുന്തവും ഇല്ലായിരുന്നു. ഞാൻ നേരെ വന്ന് റൂം തുറന്ന ഉടനെ ബെഡിൽ കൊളാപ്സ് ആവുമായിരുന്നു കേട്ടോ. എപ്പോഴൊക്കെയോ ചെയ്ത കുറച്ച് വീഡിയോസിൽ കമൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ചേച്ചി സ്കിൻ കെയർ വീഡിയോ ചെയ്യാമോ എന്നൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്കിൻ കെയർ അങ്ങനെ റുട്ടീനും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക്. എന്നാലും അത്യാവശ്യം ഡെയിലി ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്കത് കാണണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് അങ്ങനെ കമൻറ്റ്സ് വരികയാണെങ്കിൽ ഞാനത് ചെയ്യാമെന്ന് കരുതാണ്. ഞാൻ ആ സ്റ്റേക്കേഷന് പോയപ്പോഴും ഞാൻ സ്കിൻ കെയർ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു, ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് ഈ ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള ഈ ഒരു മാക്സി ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇട്ടത്. ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ഭയങ്കര വിഷമം കേട്ടോ ഈ ഒരു റൂമിന് ടാറ്റ ബൈ ബൈ പറയുന്നത്. അതുകൊണ്ട് മാക്സിമം ഇവിടുത്തെ ഒക്കെ എല്ലാ മിററിലും വെച്ചിട്ടും ഞാനിങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ ബെസ്റ്റ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത കുറച്ച് ഐറ്റംസൊക്കെ അൺബോക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ, എന്താണ് ഗിഫ്റ്റ് എന്നൊക്കെ. വിക്ടോറിയ സീക്രട്ടിൻ്റെയും ഗെസ്സിൻ്റെയും ബ്രാൻഡിൻ്റെ കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും പോകുന്ന വഴിക്ക് ഒന്നുകൂടെ ആ ഊഞ്ഞാലിലേക്ക് ഒന്നിരുന്ന് ആടാമെന്ന് എഴുതിയിട്ട് ഞാൻ ഒന്നുകൂടെ അതിൻ്റെ ഒന്ന് ആടുകയൊക്കെ ചെയ്തു കേട്ടോ. അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നല്ല വിഷമമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് പോകുന്നതിൽ. പക്ഷേ ഐ വിൽ ബി ബാക്ക് വെരി സൂൺ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പോകുന്നത്. വിഷമത്തിലും പോകുന്നത് ഞാൻ. അപ്പോൾ കുറച്ച് മുന്നേട്ട് പോയപ്പോഴത്തേക്ക് ലൈക്ക് എന്തോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ കഴിക്കാൻ തോന്നിയിട്ട് ഒരു ഷോപ്പിൽ നിർത്തിയപ്പോഴത്തേക്ക് മഞ്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓൾമോസ്റ്റ് വീടൊക്കെ എത്താറായപ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് മഴ പെയ്യും ആ ഒരു രീതിയിൽ കുറച്ചൊന്ന് ക്ലൗഡി ആയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി വിഷ്ണുവിൻ്റെ വീട്ടിലും പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിഷ്ണുവിൻ്റെ വീടിൻ്റെ ആ ഒരു വഴി പോയപ്പോൾ വിഷ്ണുവിൻ്റെ ഗ്രാൻഡ് മോം റീസെൻ്റ്ലി പാസ്റ്റ് അവേ. അപ്പം ആളുടെ ഫോട്ടോ ഇങ്ങനെ പോസ്റ്റർ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ ഞാൻ വിഷ്ണുവിൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം, എൻ്റെ ഫ്രണ്ടിനെ കൊണ്ടുപോകണം എന്ന് കരുതി പോയതാണ്. പക്ഷേ അങ്ങനെ പോയപ്പോഴത്തേക്ക് അവിടെ ആരും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിൽ വന്നു. ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് കുറച്ച് ടൈം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഫ്രണ്ടിനെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കാനായിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. ഞാൻ സ്കൂളിൽ +1 +2 പഠിച്ചിരുന്ന ടൈമിൽ ആളുടെ അമ്മയായിരുന്നു എനിക്ക് ഫുഡ് കൊടുത്തു വിട്ടിരുന്നത് കേട്ടോ. അങ്ങനെ എനിക്ക് ആ ഫുഡ് ഭയങ്കര ഇഷ്ടമായിരുന്നതുകൊണ്ട് തന്നെ എപ്പം ഞാൻ ഈ വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ വരുമ്പോഴും ആൻറ്റി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കി വയ്ക്കുക. എനിക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് കപ്സ ആയിരുന്നു എൻ്റെ ഫേവറേറ്റ്. അത് കാരണം ആൻറ്റി അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല വിഷ്ണുവിൻ്റെ മൂവി, വിഷ്ണു അഭിനയിച്ച 12 എന്ന് പറഞ്ഞിട്ടുള്ള മൂവി നമ്മൾ ടി വിയിലിട്ടിട്ട് നമ്മളിരുന്ന് കണ്ട് ഓരോ കമൻസ് ഒക്കെ പാസ് ചെയ്യായിരുന്നു. എന്തായാലും അടിപൊളി 2 ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റേക്കേഷൻ്റെ വീഡിയോ ഒക്കെ? നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യട്ടോ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.